ഹായ് എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ നമസ്തേ. നമ്മൾ ഇന്ന് യോഗ സെഷനിലൂടെ പഠിക്കാൻ പോകുന്നത് കൈകളുടെ ലൂസനിങ് എക്സസൈസുകളാണ്. നമ്മൾ എന്തൊക്കെയാണ് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചേ? 1 കണ്ണിൻ്റെ പഠിച്ചു, 2 കഴുത്ത് ചെയ്തു, 3 ഷോൾഡർ മൂവ്മെൻറ്റായി. അപ്പോൾ ഈ 3 മൂവ്മെൻറ്റുകളും ആദ്യം എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നമ്മളിനിയും ചെയ്യാൻ പോകുന്ന കൈകൾക്കുള്ള എക്സസൈസുകളാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ഒരു പരിധി വരെ സാധിക്കും പൂർണ്ണമായും യോഗ ചെയ്യുകയാണെങ്കിൽ. എല്ലാ ദിവസവും ചെയ്യണം. അതിരാവിലെയാണ് യോഗ ചെയ്യാൻ ഉത്തമം, വൈകുന്നേരങ്ങളിലും ചെയ്യാം. ആഹാരത്തിന് 3 മണിക്കൂർ, ആഹാരം കഴിച്ചിട്ട് 3 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ യോഗ ചെയ്യാവൂ. അതുപോലൊരു മാറ്റയിലിരുന്നാണ് യോഗ ചെയ്യേണ്ടത്. തറയിലല്ല, മാറ്റിൽ ഇരുന്ന് യോഗ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൈകളുടെ. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ്, നമ്മുടെ സെഷനിൽ എന്തുകൊണ്ട് യോഗ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥന. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്യുന്ന യോഗ നമ്മുടെ ശരീരത്തിന്, മനസ്സിന് എല്ലാം ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യോഗ നമസ്കാരം. നമ്മൾ ആദ്യം ഷോൾഡർ ലെവലിൽ കൈകൾ ഉയർത്തിപ്പിടിക്കുക. ആദ്യം പറ്റാത്തവർക്കാണെങ്കിൽ താത്ത് പിടിക്കാം. ഇത് തറയിലിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ എന്നെപ്പോലെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ നമുക്ക് കസേരയിലിരുന്ന് ചെയ്യാം. ഇരുന്നുകൊണ്ട് ചെയ്യാം, നിന്നുകൊണ്ട് ചെയ്യാം. ഇതെല്ലാ എക്സസൈസുകളും ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്നതാണ്, കൈകളുടെ മൂവ്മെൻറ്റുകളെല്ലാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഇരുന്നുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നത് അതേ പൊസിഷനിലിരിക്കുക. പക്ഷേ എവിടെ ഇരുന്നാലും നമ്മൾ നട്ടെല്ല് നേരെയാക്കി ഇരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വേദന എടുത്തല്ല ഒന്നും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ലൂസനിങ് ഒക്കെ ചെയ്യുമ്പോൾ, ഇനി കൈ തൊട്ടുള്ള ലൂസനിങ് ഷോൾഡർ തൊട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരാഴ്ച ശരീരത്തിനൊരു ചെറിയ വേദന അനുഭവപ്പെടും. അത് ജോയിൻ ലൂസ് ആവുന്നതിൻ്റെയാണ്. ആ വേദനകൾ ഇല്ലാതാവുന്നതാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാം. റെഡി? ആദ്യം കൈകൾ ഇവിടെ പിടിക്കാം. ബ്രീത്ത് ഇൻ, നല്ല ശ്വാസം എടുക്കുക. ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. 1 2 ഷോൾഡർ ലെവലിൽ തന്നെ ഉയർത്തി. 3 ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ. ഇങ്ങനെ 5 പ്രാവശ്യം ചെയ്യുക. ഇനി ഈ കൈകൾ സൈഡിൽ പിടിക്കുക, സൈഡിലോട്ട് ഷോൾഡർ ലെവലിൽ. ആ കൈകൾ ഇവിടെ കൊണ്ടുവരിക. 1 ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ, ഇൻഹെയിൽ, എക്സേൽ. ഇനി കൈകൾ രണ്ടും നേരെ നീട്ടിപ്പിടിക്കുക. ഈ ലെവലിൽ നീട്ടിപ്പിടിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഷോൾഡർ ലെവലിലാണ്. ഷോൾഡർ ലെവലിൽ നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കൈകൾ താന്നു പോകാതെ ശ്രദ്ധിക്കുക. അവസാനം താന്നു പോകുന്നവർക്കുണ്ടെങ്കിൽ ഓരോന്ന് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക. അല്ലാത്തവർ ഇങ്ങനെ തന്നെ പിടിച്ച് ചെയ്യുക. റെഡി? ആദ്യം വിരലുകൾ മാത്രം മടക്കി നോക്കുക. എല്ലാ വിരലും മടക്കുന്നത് കണ്ടോ? ഇങ്ങനെ മടക്കുക. 1 2 3 4 5. അടുത്ത താഴോട്ട്, മുകളിലോട്ട്. 1 2 3 4 5. അതുതന്നെ ചേർത്ത് പിടിക്കാം. തിരിക്കാം. 1 കുഴ നല്ലവണ്ണം തിരിയട്ടെ. 2 3 4 കൈ താന്നു പോയിരിക്കാൻ ശ്രദ്ധിക്കുക. 5. അടുത്തത് ഇതിങ്ങനൊന്ന് ഇങ്ങനെ നമ്മൾ പിടിച്ച് ഇത്ര മാത്രമേ വരത്തുള്ളൂ. ഇവിടെ പിടിച്ച് ഇങ്ങോട്ടൊന്ന് താത്ത് കൊടുക്കുക. 1. അപ്പോൾ ഈ കൈ താഴരുത്. 2 1 2 1 2. 3 പ്രാവശ്യം ചെയ്യുക. 1 2 1 2. ഇനി തള്ളവിരലകത്താക്കി വിരലുകൾ മടക്കുക. മുറുക്കം, ബലം സൃഷ്ടിക്കുക. ഓപ്പൺ ചെയ്യുക. വീണ്ടും ക്ലോസ്ഡ്, ഓപ്പൺ, ക്ലോസ്ഡ്, ഓപ്പൺ, ക്ലോസ്ഡ്, ഓപ്പൺ, ക്ലോസ്ഡ്, ഓപ്പൺ. ഇനി അങ്ങനെ തന്നെ പിടിക്കുക. റിസ്റ്റ് റൊട്ടേഷൻ. 1 ക്ലോക്ക് വൈസ്. 2 3 4 5. തിരിച്ച് ചെയ്യാം. 1 2 3 4 5. കൈ മൊത്തം തിരിയണ്ട, ഈ റിസ്റ്റ് മാത്രം തിരിയുക.
അടുത്ത കൈകൾ വിടർത്തി പിടിക്കുക. ഒരാളവിടെ നിൽക്കുന്നു, നമ്മളിവിടെ ഇരിക്കുന്നു, തെള്ളി കൊടുക്കുന്നു. സ്ട്രെച്ച്, കൈകളുടെ സ്ട്രെച്ചിങ് നല്ലവണ്ണം അവരെ തെള്ളുക. സ്ട്രെച്ച്, അല്ലെങ്കിൽ ഒരു ഭിത്തിയെ തെള്ളുന്നു. സ്ട്രെച്ച് സ്ട്രെച്ച് സ്ട്രെച്ച്. സ്ലോലി റിലാക്സ്. ഇത്രയും നേരം ആകുമ്പോൾ ഒന്നിച്ച് ചെയ്താൽ കൈ കഴിക്കും. അപ്പോൾ അതിൽ ഓരോന്നും ചെയ്തിട്ട് കൈകൾ താത്തിടുക, പിന്നെ അടുത്തേ ചെയ്യുക, വീണ്ടും അടുത്തേ ചെയ്യുക, താത്തിടുക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് സൗകര്യം അനുസരിച്ച് ചെയ്യുക. ആദ്യം 5 പ്രാവശ്യം ചെയ്യാൻ ശീലിക്കുക, പിന്നെ ഓരോന്നും ഒരു 10 പ്രാവശ്യം കൂട്ടിക്കൊണ്ടുവരിക. അടുത്തൊരു 15 പ്രാവശ്യം ആക്കുക. ഡെയിലി 20 പ്രാവശ്യം വീതം ചെയ്യുക. ഷുഗർ കാരണം ഉണ്ടാകുന്ന കൈകൾക്ക് പെരുപ്പ്, തരിപ്പൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതെല്ലാം ഇല്ലാതാവാൻ, നന്നായി ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ് കൈകളുടെ മൂവ്മെൻറ്റ്. ഇത്രയും നിങ്ങൾ ചെയ്യുക. ഇനി കൈകളുടെ മൂവ്മെൻറ്റ് ഒരുപാടുണ്ട്. ഇന്ന് നമുക്ക് ഇത്രയും മാത്രം കൊണ്ട് ഈ എപ്പിസോഡ് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി.